ആര് വന്നാലും കണക്ക് നമ്മൾക്ക് പറയാൻ പറ്റണ്ട ഇന്നാൾ ജയിക്കുന്നുള്ളത്. പൊന്നാനി മണ്ഡലത്തിൽ ആരെ ജയിക്കാന്ന് ചോദിക്കണ്ട, അവർ സ്ഥിരമായിട്ട് ജയിച്ചു പോകുന്നല്ലേ. പൊന്നാനി മണ്ഡലം സമതാനിയല്ലേ ഇവിടെ, അത് സമതാനിക്ക് തന്നെ. സമതാനി ജയിക്കുന്നതാണ് സംശയം കേട്ടോ. സമതാനിക്കാണ്. UDF ആണ് ഇപ്രാവശ്യം നേടുക എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ. സമതാനി ജയിക്കും. സാംസ്കാരിക രാഷ്ട്രീയ ഭൂമികയായ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലാണ് ഇന്നുള്ളത്. CPM ലക്ഷ്യം വെക്കുന്ന സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെ വോട്ട് KS ഹംസ നേടുമോ? AP വിഭാഗത്തിന് സ്വീകാര്യനായ KS ഹംസയ്ക്ക് ലീഗ് വോട്ടുകൾ പിളർത്താൻ കഴിഞ്ഞാൽ മണ്ഡലത്തിൽ അട്ടിമറി വിജയം സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് CPM. പക്ഷേ പൊന്നാനിയുടെ രാഷ്ട്രീയ മനസ്സിൽ എന്താണ് എന്ന് നമുക്ക് ചോദിച്ചറിയാം. നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൈ തുടങ്ങി. അപ്പോൾ നമ്മുടെ പൊന്നാനി വെച്ച് നോക്കുകയാണെങ്കിൽ ആർക്കായിരിക്കും വിജയസാധ്യത? അബ്ദുൾ സമദാനിക്കാണ്, UDF-നാണ്, അതിൽ യാതൊരു സംശയമില്ല. പൊന്നാനി മണ്ഡലം സമതാനിയല്ലേ ഇവിടെ, അത് സമതാനിക്ക് തന്നെയാണ്. കാരണം ഇവിടെ ലീഗിൻ്റെ കോട്ടല്ല. പിന്നെ അത് മാത്രമല്ല, പൊന്നാനിക്കാർ UDF-ന് ലീഗിനല്ല മുൻഗണന കൊടുക്കുക, മുസ്ലിം രാഷ്ട്രീയമല്ലത്. പിന്നെ അങ്ങനെയാണ് സാധാരണ ലീഗിൻ്റെ കോട്ടയാണ്, ലീഗിനെ ജയിക്കാറുള്ളൂ. സമതാനി ജയിക്കുന്നതാണ് സംശയം കേട്ടോ. അപ്പോൾ സമതാനി ജയിക്കാനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നത്. സമതാനി അത് അവരെന്നെ ഇതുവരെ അവിടെ ജയിച്ചിട്ടുള്ളൂ, അത് കാരണം കൊണ്ടാണ്. ഇവിടെ ലീഗിൻ്റെ വോട്ട് ഇല്ല. ഇല്ല. അത് നേരം 1.5 ലക്ഷം 2 ലക്ഷത്തിനൊക്കെ ജയിക്കുന്ന ആൾക്കാരാണ്. മറ്റവരൊക്കെ മിനാമിയായിട്ട് നിൽക്കുകയാണല്ലോ, അതാണ് കാരണം. ഈ കാലാകാലങ്ങളായിട്ട് UDF കൊണ്ടുപോകണമാണല്ലോ. മറ്റതൊരു പേരിനൊരാളെ നിർത്തണമെന്നല്ലേ ഉള്ളൂ, അല്ലാതെ ഇപ്പോൾ അതിൽ വലിയ പ്രത്യേകതയൊന്നും ഇല്ലല്ലോ. പിന്നെ വല്ല ശതമാനങ്ങൾ വോട്ട് അല്ലേ ഭൂരിപക്ഷം കുറയ്ക്കുക എന്നുള്ള, അല്ലാതെ ഇപ്പോൾ അതിൻ്റെ അപ്പുറം വേറെ ഒന്നുമില്ലല്ലോ. വിജയസാധ്യത കോൺഗ്രസിനായിരിക്കും. കാരണം എന്താ വെച്ചാൽ പിണറായിനെ കുറ്റം പറഞ്ഞ ഒരാളിനെ നിങ്ങൾ നിർത്തിയിട്ടുള്ളത്. യൂട്യൂബിൽ കിടന്ന് കളിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ നല്ലൊരു വ്യക്തിനെ നിർത്തണ്ടേ, അതുകൊണ്ട് UDF-ന് ആവാനാണ് സാധ്യത. BJP-ക്ക് ഒന്നും സാധ്യത ഉണ്ടാവില്ല. BJP-ക്ക് ഇവിടെ ആർക്കറിയണം BJP-നെ, അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. BJP-ക്ക് ഉണ്ടാവില്ല. പക്ഷേ UDF-ന് ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്നതാണ്. പക്ഷെ അത് നിങ്ങൾ യൂട്യൂബ് കണ്ടില്ലേ, യൂട്യൂബിൽ കിടന്ന് കളിക്കുന്നില്ലേ പിണറായിനെ കുറ്റം പറയാനുള്ള ഓരോ വീഡിയോകളും. അപ്പോൾ അത് ആൾക്കാർ കാണുന്നുണ്ടല്ലോ, അപ്പോൾ UDF-ന് ഉണ്ടാവുള്ളൂ. പിന്നെ ഇവിടെ കോണിക്കാണ് ഏറ്റവും വലിയ സാധ്യത. ലീഗാണല്ലോ, ലീഗിൻ്റെ ഇതിനാണ് സാധ്യത. പൊന്നാനി മണ്ഡലത്തിൽ ആരെ ജയിക്കാന്ന് ചോദിക്കണ്ട, അവർ സ്ഥിരമായിട്ട് ജയിച്ചു പോകുന്നല്ലേ. അതിനൊരു എന്തെങ്കിലും ഒരു കുറവ് എന്തെങ്കിലും വന്നു എന്നല്ലാതെ മാറ്റി ഇതുവരെ അത് ഉണ്ടായിട്ടില്ലല്ലോ. പൊന്നാനി മണ്ഡലങ്ങളിൽ കാലാകാലങ്ങളായിട്ട് ഇവിടെ UDF-ആണ് ജയിച്ചു പോകുന്നത്. പക്ഷേ ഇപ്രാവശ്യം അതിനൊരു മാറ്റം വരും. കാരണം വർഷങ്ങളായിട്ട് ഇവിടുന്ന് ജയിച്ചു പോകുന്ന MP-മാരൊക്കെ തന്നെ ഈ മണ്ഡലത്തിൽ കണ്ടുകിട്ടാൻ പ്രയാസമാണ്. അവരുടേതായ ഒരു പദ്ധതികളും ഈ മണ്ഡലത്തിൽ കാണിച്ചു കൊടുക്കാനുള്ളൊരു പദ്ധതികളൊന്നും ഇല്ല. അതിൻ്റെ പേരിൽ വലിയ മാറ്റങ്ങൾ വരാൻ ഇപ്രാവശ്യം മണ്ഡലം മാറി ചിന്തിക്കും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വികസന അതുമാതിരി തന്നെ പാർലമെൻറ്റിൽ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞിട്ട് ലോക്സഭയിലേക്കാണല്ലോ. ഇപ്പോൾ ലോക്സഭയിൽ ഇന്ന് കാണുന്ന BJP-യുടെ സംഘപരിവാരത്തിൻ്റെ ഒരു ഭരണഘടനയെ പോലും ചോദ്യം ചെയ്തിട്ടുള്ളൊരു ഭരണമാണല്ലോ കാണുന്നത്. അതിനെതിരെ ശബ്ദിക്കാൻ ഇടതുപക്ഷ MP-മാർ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയേ പറ്റൂ. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് പറഞ്ഞ 19 പേരും ഏത് രീതിയിലായിരുന്നു അവരെ പെർഫോമൻസ് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ നിന്ന് ഇടതുപക്ഷ MP-മാർ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചൂരും ആ പാർലമെൻറ്റിൽ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അപ്പോൾ പൊന്നാനി മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇവിടെ KS ഹംസ അതുപോലെ ചുറ്റിയ നക്ഷത്ര അടയാളത്തിൽ വിജയിക്കും എന്നുള്ളതിന് ഒരു പൂർണ്ണ ഉറപ്പ്. ലീഗിൻ്റെ വോട്ടുകൾ മാറാൻ സാധ്യതയുണ്ട്. കാരണം സമസ്തയും ലീഗും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് കുറേ വോട്ടുകൾ ലീഗിൽ നിന്ന് ഇടതുപക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അതാണ് ഒരു ഇത്. രണ്ടാമത് കാലാകാലങ്ങളായിട്ട് ലീഗിന് വോട്ട് ചെയ്തിട്ട് എന്താ മെച്ചം എന്നുള്ളത് ലീഗിൻ്റെ അണികൾ തന്നെ ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഒരു കാര്യം കൂടി ഇവിടെ നമ്മുടെ ഈ വോട്ടെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ആര് വന്നാലും കണക്ക് നമ്മൾക്ക് പറയാൻ പറ്റണ്ട ഇന്നാൾ ജയിക്കുന്നുള്ളത്. ഇത് പാരമ്പര്യമായിട്ട് LDF-ൻ്റെ സീറ്റാണ്. ഇനിയിപ്പോൾ ഒരു മറുപടി അതിൽ വരാൻ ഒന്നുമില്ല. അപ്പോൾ രണ്ടും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്?
ഇതെന്താ ഇതാരീ പറയുന്നതെന്ന് അറിയോ? ഈ ഇവിടുത്തെ പൊന്നാനിയിലെ മത്സരിക്കുന്ന ആള് ആരെ കുറിച്ചാണ് പറഞ്ഞത്? ഈ ഗവൺമെന്റിനെ കുറിച്ചിട്ട്. ഇനി എന്താ വേണ്ടി? വേറെ ഒന്നും പറയാനില്ല ഇതിനകത്ത്. അയാളെന്നെ പറഞ്ഞു പിണറായി ഗവൺമെന്റിനെ പിടിച്ച് പുറത്താക്കണം. ഇവിടെ ലീഗിന്റെ ഒരു വോട്ട് തന്നെയാണല്ലോ, അപ്പം ലീഗിന്റെ വോട്ടുകൾ മാറി പറയാൻ സാധ്യത ഒരു മാറി പറയില്ല. 1 ലക്ഷത്തിന്റെ മേലെ ഭൂരിപക്ഷത്തിൽ വയ്ക്കും, ഒരു സംശയമില്ല. നമ്മുടെ ലോകസഭാ തെരഞ്ഞെടുപ്പായി തുടങ്ങിയല്ലോ അല്ലേ? അപ്പം പൊന്നാനി മണ്ഡലത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ആർക്കായിരിക്കും വിജയസാധ്യത കൂടുതൽ? BJP. എന്തുകൊണ്ടാണ്? ഇന്ന് ഇന്ത്യയിൽ മൊത്തം ഒരു മോഡി ട്രെൻഡ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആ മോഡിയൊപ്പം മോഡി കേന്ദ്രപ്പം ഇവിടുത്തെ ജനങ്ങൾ നിൽക്കുന്നുള്ളതാണ് പൂർണ്ണ വിശ്വാസം. പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി ഒരു വനിതയാണ്. ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്തുള്ള ഒരു ഗവൺമെൻറ്റാണ്. ആയതുകൊണ്ട് തന്നെ ഭൂരിപക്ഷ വനിതാ വോട്ടുകളും BJP സ്ഥാനാർത്ഥിയെ കിട്ടും. അത് സമദാനി ജയിക്കും. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ സമദാനി ജയിക്കും എന്ന് പറയാൻ ഞാൻ ഒരു ലീഗുകാരനായതുകൊണ്ട്. അതേ വേറെ പാർട്ടി ജയിക്കൂല എന്നുള്ളതാണല്ലോ നമ്മുടെ വോട്ടുകൾ മാറി പറയാൻ സാധ്യതയുണ്ടോ? ഒരു കൂടുതൽ ഭൂരിപക്ഷം കൂടുന്നല്ലാണ്ട് കുറയില്ല. ഉറപ്പ് 100%. പൊന്നാനിയിൽ 7 നിയോജക മണ്ഡലമുള്ളതിൽ 4 LDFിൻ്റെ കയ്യിൽ തന്നെയാണ് ഉള്ളത്. അതിൽ തിരൂര്, കോട്ടക്കൽ, തിരൂരങ്ങാടി ഇതൊന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ഇപ്രാവശ്യം ഇവിടെ മാറ്റം വരും, LDF വരും. നിലപാടുകളുണ്ട്. വ്യക്തി രാഷ്ട്രീയ വ്യത്യാസത്തിൽ സ്ഥാനാർത്ഥികൾ ഇന്നത്തെ കാലത്ത് ഏതിലേക്ക് പോകുന്ന അറിയാതെ നിൽക്കുന്ന കാലഘട്ടമാണ്. LDFിൽ വന്നാലും LDFിൽ ഉണ്ടാവും ആ സ്ഥാനാർത്ഥി. മറ്റുള്ളവർക്കൊന്നും ഉറപ്പ് പറയാൻ പറ്റാത്ത കാലഘട്ടമല്ല ഇപ്പോൾ. അവർ BJP നാളാവാം, എന്തിലേക്കും പോവാം. ഇതൊരു ലീഗിന്റെ വോട്ട് തന്നെയാണല്ലോ, അപ്പം ലീഗിന്റെ വോട്ടുകൾ മാറി പറയാൻ സാധ്യതയുണ്ടോ? അതൊക്കെ പണ്ട് കാലങ്ങളിലാണ് കോണി വെച്ച കോണിമ കയറുമെന്ന് പറഞ്ഞത്. ഇപ്പോൾ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലൊക്കെ വോട്ട് ചെയ്തിട്ട് മുസ്ലിം സമുദായം മുന്നേറി കഴിഞ്ഞിരിക്കും. അപ്പോൾ അതിലൊന്നും മാറ്റം, നല്ല മാറ്റം തന്നെ ഉണ്ട്. പൊന്നാനിയിലൊക്കെ ഉറച്ച കോട്ടയാണ് ഞങ്ങൾക്ക് ഇടതുപക്ഷത്തിന്. അങ്ങനെ നോക്കുകയാണെങ്കിൽ താനൂര്, തവനൂര്, തൃത്താല ഇതെല്ലാം ഉറച്ചു കിടന്നില്ലേ. ഇനി 1-2 അല്ലേ ഉള്ളൂ. ഇപ്രാവശ്യം പിടിക്കും. പറയാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശക്തമായിട്ട് സ്ഥാനാർത്ഥികളാണ്. ഒന്ന് അബ്ദുസമദ് സമദാനിയുണ്ട്, പിന്നെ അതുമാതിരി തന്നെ LDFിൻ്റെ അംസ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുൻതൂക്കം പിന്നെ UDFിനായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. പക്ഷേ എന്നാലുപരി UDF ആണ് ഇപ്രാവശ്യം നേടുക എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ. സമദാനിക്കാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്താണെന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ കോട്ടയാണ് കൂടുതലുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. അതിനകത്ത് ET ആണെങ്കിൽ കുറച്ച് ലീഡിങ് കുറഞ്ഞു കിട്ടും. പക്ഷേ ET പ്രാവശ്യം മത്സരിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് സമദാനിക്ക് തന്നെയാണ് വിജയം. ലീഗിന്റെ വോട്ടുകൾ മാറി പറയാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ഈ മണ്ഡലത്തിൽ അങ്ങനെ ഉണ്ടാവില്ല. കാരണം ഇവിടെ പൊതുവെ ലീഗിൻ്റെ ഇതൊക്കെ പൊതുവെ കോട്ടയാണ്. പൊന്നാനി നിയോജക മണ്ഡലമായിരുന്നു. ആ കാരണം കൊണ്ട് ഒന്നും പറയാൻ വയ്യ.